ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ സംസാരിക്കുന്നത് നമ്മളിൽ ഭൂരിഭാഗം ആളുകളും നേരിടുന്ന ഒരു വലിയൊരു പ്രശ്നത്തെ കുറിച്ചിട്ടാണ്. മൂഡ് സ്വിങ്സ്. ഒട്ടുമിക്ക ആളുകളിലും ഈ മൂഡ് സ്വിങ്സ് എന്ന് പറയുന്നത് പെട്ടെന്ന് കയറി വരുന്ന ഒരു അതിഥിയെ പോലെയാണല്ലേ. ചില ദിവസം രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നല്ല ഹാപ്പി ആയിരിക്കും, നല്ല ഉഷാറായിട്ടായിരിക്കും നമ്മൾ എഴുന്നേൽക്കുന്നുണ്ടാവുക, ഓരോ കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ നമ്മുടെ ലൈഫിലെ അത്രയും ഹാപ്പിനെസ് ആയിട്ട് എഴുന്നേറ്റ് വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കും. ഞാൻ ഇന്ന് ചെയ്യും, അല്ലെങ്കിൽ എനിക്ക് ഇന്ന് ഇവിടെ പോകണം, അല്ലെങ്കിൽ ഇന്ന് എനിക്ക് പഠിക്കാനുള്ളതൊക്കെ പഠിക്കും, അല്ലെങ്കിൽ എനിക്ക് ചെയ്ത് തീർക്കാനുള്ള വർക്കുകളൊക്കെ ചെയ്ത് തീർക്കും എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷെ പെട്ടെന്നായിരിക്കും നമ്മളുടെ അടുക്കലേക്ക് ഒരു അതിഥിയായിട്ട് ഈ ഹോർമോണൽ ചേഞ്ച്, ഈ മൂഡ് സ്വിങ്സ് കടന്നു വരുന്നുണ്ടാവുക. പിന്നെ നമുക്ക് ഹാപ്പിനെസ് ഒക്കെ പോയി വളരെയധികം സങ്കടം അല്ലെങ്കിൽ മൂടിയായി നമ്മളൊരു ഒന്നും ചെയ്യാൻ ഉഷാറില്ലാത്തൊരു രീതിയിൽ ഒരു മൂലയിൽ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് മാറും. ചിലരൊക്കെ ഇതിനെ നോക്കിക്കാണുന്നത് ഒരു അസുഖമായിട്ടാണ്, മറ്റു ചിലർ ഇതിനെ മടി എന്ന് വിളിക്കാറുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? ഈ മൂഡ് സ്വിങ്സ് എന്ന് പറയുന്നത് ഒരു മടിയോ അല്ലെങ്കിൽ ഒരു അസുഖമോ ഒന്നുമല്ല, ജസ്റ്റ് ഒരു ഹോർമോണൽ ചേഞ്ചാണ്. പക്ഷെ ഈ ഹോർമോണൽ ചേഞ്ച് കാരണം നമുക്ക് നമ്മുടെ ലൈഫിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും. ഞാനിപ്പം കോമൺ ആയിട്ട് പറഞ്ഞു, ചില ദിവസങ്ങളിൽ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് നല്ല ഉഷാറായിട്ടായിരിക്കും നമ്മൾ എഴുന്നേൽക്കുന്നുണ്ടാവുക. പെട്ടെന്നായിരിക്കും നമ്മളുടെ മൈൻഡൊക്കെ മാറി ഒരു പ്രത്യേക സിറ്റുവേഷനിലേക്ക് നമ്മൾ തന്നെ അറിയാതെ മാറിപ്പോകുന്നത്. പക്ഷെ പിന്നീട് എപ്പോഴും എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട്. ഞാൻ പുറമെ പോവാൻ തുടങ്ങി, അല്ലെങ്കിൽ ഞാനൊരു പ്രത്യേകിച്ച് എൻ്റെ ലൈഫിൽ കൊണ്ടുവന്ന ഏറ്റവും വലിയ മാറ്റം എന്ന് പറഞ്ഞാൽ ഞാൻ ഡ്രൈവിംഗ് പഠിച്ചിരുന്നു. ആ ഡ്രൈവിംഗ് പഠിച്ച സമയത്ത് എനിക്ക് തോന്നി ഞാൻ ഒന്ന് സ്വതന്ത്രയായി എന്ന്. ഞാൻ കണ്ട ഒരുപാട് സ്ത്രീകൾ എന്നോട് പറയാറുണ്ട്, എനിക്ക് മൂഡ് സ്വിങ്സ് ആണ്, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര എനിക്കറിയില്ല, ഞാൻ വീട്ടിൽ തന്നെയാണ്, അതുകൊണ്ടായിരിക്കും എനിക്ക് ഇത്രയേറെ ബുദ്ധിമുട്ടെന്ന്. ചിലർ നമ്മളോട് ചോദിക്കും, നീ വീട്ടിൽ തന്നെയാണ്, നിനക്ക് നല്ല സുഖല്ലേ, വീട്ടുപണിയും ചെയ്തിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് വീട്ടിൽ തന്നെ കിടന്നുറങ്ങി എഴുന്നേറ്റ് നിനക്ക് നല്ല സുഖല്ലേ എന്നൊക്കെ ചിലർ ചോദിക്കും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാല്, അത് മാത്രമൊന്നുമല്ല ലൈഫ്. ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പോ ഡ്രൈവിംഗ് ഒക്കെ പഠിച്ച് ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് എൻ്റെ ലൈഫിൽ ഞാൻ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങിയത്. ഞാൻ വീടിന്റെ അകത്തളത്തിലുണ്ടായിരുന്ന ആ ഒരു സമയത്ത് എനിക്ക് ഒന്നും തന്നെ, പ്രത്യേകിച്ച് ലോകവിവരം ഒന്നും തന്നെ ഇല്ലായിരുന്നു. എനിക്ക് ഒന്നിനെ പറ്റി അറിയാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഒന്നിനെ പറ്റി അറിയുന്നില്ല. അപ്പം എല്ലാവരും ചോദിക്കും, സോഷ്യൽ മീഡിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് നീ ലോകവിവരം അറിഞ്ഞിട്ടില്ലേ എന്ന്. പക്ഷെ നമ്മൾ എപ്പോഴും ഫോണിൽ നോക്കി അല്ലെങ്കിൽ ഫോണിലൂടെ ഒരുപാട് കാര്യങ്ങൾ അറിയുന്നതിനേക്കാളും നമുക്കൊന്ന് പുറത്തൊക്കെ ഇറങ്ങി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കണ്ട് അതൊക്കെ നമ്മൾ ലൈഫിൽ കൊണ്ടുവരുന്ന വലിയൊരു മാറ്റം തന്നെയായിരിക്കും. ഇപ്പോ എൻ്റെ ഏത് കാര്യത്തിലും ഞാൻ ഒറ്റയ്ക്ക് തന്നെ എല്ലായിടത്തും പോകുമ്പം എനിക്കൊരു ഹാപ്പിനെസ് ആണ്. അതുപോലെ തന്നെ എനിക്കൊരു ഒരു പ്രത്യേക തരം ഒരു ധൈര്യമാണ്. കാരണം എനിക്ക് എവിടെ വേണമെങ്കിലും പോകാം, അല്ലെങ്കിൽ എനിക്ക് പോകുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ല എന്നൊരു ചിന്തയിലേക്ക് ഞാൻ എത്താൻ തുടങ്ങി. പക്ഷെ ഇപ്പോഴും എന്ത് കാര്യത്തിനും നമ്മൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് നമ്മുടെ ലൈഫിലെങ്കിൽ നമ്മുടെ ലൈഫ് എന്നും അങ്ങനെ തന്നെ ആയിരിക്കും. ഒരാളെ നമ്മൾ താങ്ങാന്, അല്ലെങ്കിൽ ഒരു വ്യക്തി നമ്മളെ എപ്പോഴും താങ്ങാനുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ എപ്പോഴും ഒരാളിങ്ങനെ നമ്മളെ പാമ്പർ ചെയ്യുന്ന ആ ഒരു രീതിയിൽ നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ നമ്മൾ ഒരിക്കലും ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് നമുക്ക് തോന്നില്ല. ഈ വീടിന്റെ അകത്തളത്തിൽ തന്നെ ആയി, അല്ലെങ്കിൽ ഞാന് പുറത്തേക്കൊന്നും പോകുന്നില്ല, എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, അങ്ങനെയൊക്കെ നമ്മുടെ മൈൻഡിൽ തോന്നി തുടങ്ങുന്ന ആ ഒരു കാലഘട്ടം മുതൽ നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവും. പക്ഷെ നമ്മളും ഒന്ന് ബോൾഡായിട്ട് നിന്ന് എന്തെങ്കിലുമൊക്കെ എനിക്കും ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഈ ഫോണിലൊക്കെ സ്ക്രോൾ ചെയ്ത് വെറുതെ ഇരുന്ന് എൻ്റെ സമയം വേസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യട്ടെ എന്നൊക്കെ ചിന്തിച്ച് ഒന്ന് മുന്നോട്ട് ഇറങ്ങുകയാണെങ്കിൽ ഈ പറയുന്ന മൂഡ് സ്വിങ്സും അതുപോലെ തന്നെ മറ്റുള്ള നമ്മുടെ പ്രയാസങ്ങളൊക്കെ നമ്മളിൽ നിന്ന് മാറി നിൽക്കും. ഒരുപാട് സ്ത്രീകളെ നമ്മൾ കാണുന്നുണ്ട്, പണിക്കൊക്കെ പോകുന്ന, അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഫുൾ ഫ്രീ ആയിട്ട് നടക്കുന്ന ഒരുപാട് സ്ത്രീകളെ നമ്മൾ കാണാറുണ്ടല്ലേ. പക്ഷെ അവരുടെയൊക്കെ ലൈഫ് മാറിയത് എന്തുകൊണ്ടായിരിക്കും അറിയോ? ചിലപ്പം അവര് തീരുമാനിച്ച ഒരൊറ്റൊരു കാര്യമായിരിക്കും, ഞാൻ പണിക്ക് പോകട്ടെ, അല്ലെങ്കിൽ ഞാൻ വീടിന്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങട്ടെ എന്ന് തീരുമാനിച്ചു
കോൺസെപ്റ്റ് ഒരു കാര്യമായിരിക്കും. പിന്നെ ഒരുപാട് പേരുണ്ടാവും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്തവരായിട്ടുള്ള ഒരുപാട് പേര്. പക്ഷെ അങ്ങനെയുള്ളവർക്കും ഒരുപാട് അവസരങ്ങൾ ഇന്ന് കാത്തിരിക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് നമ്മളെ ഹാപ്പി ആക്കി വെക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിക്കുക, ചെയ്യാൻ തുടങ്ങുക. ആ ചെയ്യാൻ തുടങ്ങുന്നതിലൂടെ നമ്മളിൽ വന്നിട്ടുള്ള മൂഡ് സ്വിങ്സ് ആവട്ടെ, അല്ലെങ്കിൽ നമ്മൾക്ക് വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകളാവട്ടെ, പ്രയാസങ്ങളാവട്ടെ, ഇതെല്ലാം നമ്മളിൽ നിന്ന് മാറാൻ തുടങ്ങും. എന്നും നമ്മൾ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഈ മൂഡ് സ്വിങ്സ് പോലെയുള്ളത് നമ്മളിൽ നിന്നും വിട്ടുമാറി നിൽക്കില്ല. മറിച്ച് നമുക്ക് ഇഷ്ടമുള്ള, നമുക്ക് സന്തോഷം നൽകുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്തു നോക്ക്. ആ സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഹാപ്പി ഹോർമോൺസുകൾ ഉണ്ടാവാൻ തുടങ്ങും. എന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ വീക്കിലി ഒരു 3 days എങ്കിലും നമ്മുടെ ലൈഫിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ഒരു ശ്രമം ഇന്ന് മുതൽ നമ്മൾ തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങാം. കാരണം നമ്മുടെ ലൈഫിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാ നമ്മുടെ ഈ ജീവിതം നമ്മൾ വെറുതെ ജീവിച്ചു തീർക്കുന്നത്? ഇന്നത്തെ കാലത്ത് എല്ലാവരും ചിന്തിക്കും, ഇന്നത്തെ കാലത്ത് ഒരുപാട് പേര് മാറി ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം ഞാൻ 4 ചുമരുകൾക്കുള്ളിലും അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ്, കുട്ടികൾ എന്ന രീതിയിലും ജീവിച്ചിട്ട് നാളെ എനിക്ക് എന്തുണ്ടാകുമെന്ന് മാറി ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ ഇനിയും മാറി ചിന്തിക്കാത്ത ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഇനിയെങ്കിലും ഒരു മാറി ചിന്താഗതിയിലേക്ക് മാറാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. കാരണം എല്ലാവരും പുറത്തിറങ്ങി അല്ലെങ്കിൽ എല്ലാവരും പുറത്തു പോയി പണിയെടുത്ത് അല്ലെങ്കിൽ എല്ലാവരും രാവിലെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങണം എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷെ എങ്കിൽ കൂടി നമ്മൾക്ക് നമ്മളെ സന്തോഷത്തോടെ ആക്കി വെക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പരമാവധി നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ചെയ്യാൻ തുടങ്ങുക എന്നാണ് ഞാൻ പറയുന്നത്. ഒരിക്കലും നിങ്ങൾ വീട്ടിലെ പണികളൊന്നും ചെയ്യണ്ടെന്നോ അല്ലെങ്കിൽ വീട്ടിലെ പണികളൊക്കെ അവിടെ നിർത്തിയിട്ട് പുറത്തു പോകാനൊന്നുമല്ല. പക്ഷെ നിങ്ങളെ ഹാപ്പി ആക്കി വെക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും നിങ്ങളുടെ ലൈഫിൽ. അതെല്ലാം ഒന്ന് ചെയ്യാൻ തുടങ്ങുക. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം നിങ്ങൾ തന്നെ അറിയാതെ കൊണ്ടുവരാൻ സാധിക്കും. നിങ്ങൾക്കിപ്പം മൂഡ് സ്വിങ്സ് ഉണ്ട് അല്ലെങ്കിൽ പ്രയാസമുണ്ട്, ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ വീട്ടിലിരിക്കുകയാണ് എങ്കിൽ അതെന്നും നിങ്ങൾ ആ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും കയ്യിൽ വെച്ചിരിക്കൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പക്ഷെ നിങ്ങളെ ഹാപ്പി ആക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ലൈഫിൽ ചെയ്യാൻ സാധിക്കും. ആ കാര്യങ്ങളിലേക്കൊക്കെ ഒന്ന് ഇറങ്ങി ചെല്ലാൻ നിങ്ങൾ ശ്രമിക്കുക. ഇന്നത്തെ എൻ്റെ വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ എൻ്റെ കമന്റ് ബോക്സ് വഴി എന്നെ ഒന്ന് അറിയിക്കാൻ ശ്രമിക്കുക. ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ അതും കമന്റ് ബോക്സ് വഴി അറിയിക്കുക.